ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നു. അങ്ങനെ നമ്മുടെ കനകം ജലജയുടെ തല അടിച്ച് പൊട്ടിച്ചു. അപ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കും കേട്ടോ. ശരിക്കും വേദനിച്ചു. അമ്മ എന്ന് പറഞ്ഞിട്ട് മകൻ്റെ വക ഒരു കരച്ചിലും. ഈ സമയത്ത് കനകം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ നിങ്ങൾ ഈ കാണിച്ചതെന്ന് ചോദിച്ചു തിരുമേനി. അല്ല 3 വട്ടം ഒഴിഞ്ഞിട്ട് തലക്കടിക്കാൻ പറഞ്ഞില്ലേ എന്ന് തിരുമേനിയോട് ചോദിച്ചപ്പം അയ്യോ നടക്കടിക്കാനാ ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഗണപതി കോവിലിന് മുന്നിലുള്ള ആ നടക്കടിച്ച് പൊട്ടിക്കാനാ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തല പൊട്ടിയൊന്ന് നോക്കുന്നു പറഞ്ഞു ജലജ. അപ്പം ഇല്ല, പൊട്ടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ദേവയാനി വന്ന് നോക്കിയിട്ട്. ഇല്ല, പൊട്ടില്ല, മോൻ്റെ അമ്മയുടെയും തലയ്ക്കാണ് പ്രശ്നം, അതുകൊണ്ടാ ഇവർക്ക് ഇങ്ങനെ അടിക്കാൻ തോന്നിയതെന്നുള്ള കാര്യം നേരത്തേക്ക് നമ്മുടെ തിരുമേനി പറഞ്ഞു. അപ്പം തേങ്ങ പൊട്ടി എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ തീരുമാനമാണ്, അതങ്ങ് കരുതിയാൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ തിരുമേനി പറയാട്ടോ. ഇനിയിപ്പോൾ ഈ തലയ്ക്കകത്ത് എന്തെങ്കിലും ദുഷിച്ച ബുദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ ഇത് നല്ലതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമേനി. അന്നേരത്തേക്ക് നമ്മുടെ നബിക്കൊക്കെ ചിരി വന്നു. അതൊക്കെ പോകണമെങ്കിൽ ഒരു 100 തേങ്ങയെങ്കിലും ഇവരുടെ തലയിൽ അടിക്കണമെന്ന് കനകം മനസ്സിൽ പറയുവാണേ. ഇനിയിപ്പോൾ മറ്റൊരു തേങ്ങ തലക്കൊഴിഞ്ഞ് നടക്കടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അതും അങ്ങനെ നമ്മുടെ തിരുമേനി ചെയ്യിക്കുന്നു. അങ്ങനെ അത് അടിക്കാനായിട്ട് നമ്മുടെ ദേവയാനി ആദർശിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അത് അടിക്കാനായിട്ട് ആദർശ് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇവർ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അഭിയുടെ നാവിൽ ശൂലം കുത്തുന്ന ആ ഒരു ചടങ്ങാണ്. അപ്പോൾ നാവിൽ ശൂലം കുത്തണം എന്ന് പറയുമ്പോൾ എൻ്റെ നാവിൽ ശൂലം കുത്തണോ എന്ന് അഭി ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ശൂലം കുത്തി കാവടി എടുക്കേണ്ടതാ, പിന്നെ ഇത് ദേവീക്ഷേത്രം ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തല വരച്ച അമ്മ ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്തായാലും വേല് കുത്തി ഇറക്കിയാൽ പറ്റൂ. കാരണം ഈ നാവ് കൊണ്ട് സ്വന്തം കുഞ്ഞ് തൻ്റേതല്ലെന്ന് പറഞ്ഞതായിട്ട് മൂർത്തി സാർ എന്നോട് പറഞ്ഞു തീർത്തതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം നാക്ക് ഇങ്ങ് നീട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നാക്ക് നീട്ടാൻ പറഞ്ഞപ്പോൾ നാക്ക് നീട്ടാൻ അഭി തയ്യാറാകുന്നില്ല. അങ്ങനെ താൻ ഈ വഴിപാടിന് തയ്യാറായില്ലെങ്കിൽ തനിക്ക് ഈ കുഞ്ഞിനോട് താല്പര്യമില്ലെന്നും അതുപോലെ താൻ ഇതിനെല്ലാം ആ ഒരു ഇതായിട്ടാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇരിക്കുക. ഈ നാട്ടിൽ ആരും ചെയ്യാത്ത പൂജകളൊക്കെ ചെയ്യുന്നതും ഈ കുട്ടിയുടെ കഴുത്തിൽ 2 തവണ താലി കെട്ടുകയും ഒക്കെ ചെയ്തില്ലേന്ന് ചോദിച്ചു. അതൊന്നും ഇവിടുത്തെ ആചാരങ്ങളല്ല, ഇതൊക്കെ അവിടുത്തെ ആചാരങ്ങളാണ്. ഈ ആചാരങ്ങൾ നടത്താനാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. നാക്ക് നീട്ടാൻ അത് ശരിയാ പൂജാരി, നാക്ക് നീട്ടെന്ന് പറഞ്ഞുകൊണ്ട് കനകവും പറയാണ്. എന്നിട്ട് പിന്നെ ഒരു തരത്തിൽ അഭിയുടെ നാക്കിൽ ആ ശൂലം തറച്ചങ്ങ് കയറ്റി. ലോകം മൊത്തം കറങ്ങുന്നത് പോലെയാണ് അഭിക്ക് തോന്നിയത്. വേദന എടുത്ത് പൊളഞ്ഞ് അവിടെ നമ്മുടെ അഭി അങ്ങനെ ഇരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആദർശും അതുപോലെ നയനയും കൂടി ഇരിക്കുന്നു. നയനയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അങ്ങനെ ആ ഒരു ഇതിങ്ങനെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ, അങ്ങനെ അറിയാതെ നിലത്ത് ഇങ്ങനെ ആഞ്ഞ് ചവിട്ടിയതാണ് നയന. പക്ഷെ അത് ആദർശിൻ്റെ കാലിലായിരുന്നു. അപ്പോൾ ആദർശിനെ ഇതിനടി ചവിട്ടുന്നതെന്ന് ചോദിച്ചു. അയ്യോ സോറി ആദർശേട്ടാ, അറിയാതെയാണെന്ന് പറഞ്ഞപ്പം നീ കാല് ചവിട്ടിയിട്ട് അറിയാതെയാണെന്ന് പറഞ്ഞു സോറിയും പറയുന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷെ നയനയ്ക്ക് സന്തോഷമാണ് ഇവരുടെ പടി കിട്ടിയത് കൊണ്ട്. പിന്നെ കനകത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ 1.5 ഭക്തിയായിരുന്നു. കനകം ഇങ്ങനെ ഭക്തിയോട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അനി അവിടെ ഇരുന്ന് ഇവളുടെ കയ്യിൽ ഞാൻ ചരട് കെട്ടിക്കൊടുത്തു. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നന്ദുവാണ്. ഈ ചടങ്ങുകളൊന്നും പൂർത്തീകരിച്ചതായിട്ട് എനിക്ക് തോന്നണില്ല. ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നന്ദുവിനെ കുറിച്ച് ആലോചിച്ച് അവിടെ നിൽക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് നന്ദുവാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നൊക്കെ നമ്മുടെ നന്ദുവിന് വേണ്ടി അനി പ്രാർത്ഥിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ജലജ തലയനക്കാൻ മേലാതെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ കനകം അങ്ങോട്ടേക്ക് ചെന്നു. അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചോണ്ട്. അപ്പം എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേടി, എൻ്റെ മനസ്സ് പൊട്ടിച്ചിട്ട് കുറെ കാലമായി, ഇപ്പം നീ എൻ്റെ തലയും പൊട്ടിച്ചു എന്നും പറഞ്ഞ് ജലജ ദേഷ്യപ്പെടുക. പക്ഷെ ഈ തലയുടെ സ്വഭാവം വെച്ച് നോക്കിയാലേ ഒന്ന് പൊട്ടുന്നതൊക്കെ നല്ലതാന്നേ. എന്ന് വെച്ചാലേ കുറച്ച് ദുഷിച്ച രക്തമൊക്കെ ഉള്ളിൽ നിന്ന് പോകുമല്ലോ. പക്ഷെ തല പൊട്ടിയില്ല, തേങ്ങയല്ലേ പൊട്ടിയത്, അതൊരു അത്ഭുതം തന്നെയല്ലേ എന്നൊക്കെ കനകം എന്നിട്ട് ജലജയോട് പറയണു. അത് കാരണം ഇനി ആ രക്തം കൂടി അവിടെ കെട്ടിക്കിടക്കുമായിരിക്കും, അതെങ്ങനെയെങ്കിലും നമുക്ക് കളയാം. എന്താ തലവേദന കൂടുതലാണെങ്കിലേ ഞാൻ ബാമെടുത്ത് തരാം. അപ്പം വേണ്ട, നീ എൻ്റെ അടുത്ത് നിന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞു ജലജയോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അഭിമാൻ്റെ നാവിന് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ നിനക്ക് പോയി തിരക്കാൻ മേലായിരുന്നു, നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അവളുടെ തോന്നിയവാസമൊക്കെ ഓരോന്ന് ചെയ്തിരിക്കുക, നീ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് അറിയാവടി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ മനസ്സ് പോലെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. എല്ലാവരോടും ദൈവം നല്ലതാ കാണിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. പക്ഷേ നിങ്ങളെപ്പോലെ ദ്രോഹം മാത്രം ചെയ്യുന്നവര് അങ്ങനെ ഇവിടെ കിടന്ന് നരയിക്കത്തേ ഉള്ളൂ. നല്ല മനുഷ്യരെയാ കാലൻ വേഗം കൊണ്ടുപോകുള്ളൂ, ഇങ്ങനെയുള്ളതിനൊന്നും കാലന് പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ കനകം. എന്തായാലും വിഷമിക്കൊന്നും വേണ്ട, തലയ്ക്കൊന്നും പറ്റുമൊന്നും കാണില്ല, അതുപോലെ ഉറച്ച പാറക്കല്ല് പോലത്തെ തലയല്ലേ എന്നൊക്കെ പറഞ്ഞ് കനകം അവിടെ നിന്ന് പോവുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയാണെങ്കിൽ അനക്കത്തില്ലാതെ നാക്കും പുറത്തിടാതിരിക്കുക.
അപ്പോൾ എന്നാലും ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചെന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യ ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയോ വളവളാന്ന് പറയുന്നുണ്ട് അഭി. നീ ഇത് എന്തൊക്കെയാ അഭി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇത് ഏത് ഭാഷയായി പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ വന്നു അഭിക്ക്. ഫോൺ എടുത്തിട്ട് ഓ ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. ഫോണിലൂടെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് അപ്പം നാക്കിൽ ഞാൻ കുറച്ച് ഭസ്മം ഇട്ട് തരട്ടെ എന്ന് നവ്യ ചോദിച്ചേ. അപ്പം ഇങ്ങനെ തുറച്ച് നോക്കുക. നീ ഒന്ന് തന്നെ തിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും തിരിയുന്നില്ല നമ്മുടെ നവ്യയ്ക്ക്. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പോടിയെന്ന് പറഞ്ഞിട്ട് കൈയും കൊണ്ട് ആഗ്യം കാണിച്ചു. അപ്പോഴേക്കും ഇതേ നമ്മുടെ ഫോൺ ഇങ്ങനെ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് വീഡിയോ പിടിക്കുക. നീ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം വീഡിയോയിൽ പിടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുക. നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ അഭി ഇങ്ങനെയൊക്കെ വന്നത്? ദേ എന്തെല്ലാം വഴിപാടുകൾ അവിടെ നടത്തി, അതെല്ലാം ആദർശമായിട്ട് നന്നായിട്ട് ചെയ്തല്ലോ. നിന്റെ മനസ്സിൻ്റെ കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നത്. നിനക്കെന്താ പിന്നെ ഒരു കുഴപ്പം? അങ്ങനെ നിനക്ക് തോന്നുന്നത് നീ അങ്ങോട്ട് ചെല്ലടി എന്ന് പറഞ്ഞപ്പം നിന്റെ നാവുണ്ടല്ലോ പൊട്ടി കീറുക വേണ്ടത്. അവരുടെ തലയും പൊട്ടണം, നിങ്ങളുടെ നാവും പൊട്ടി കീറണം, എങ്കിലേ നീയും അവളും ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നബി പറയാം. എന്ന് വെച്ചാൽ നിന്നെ ഈ പരുവത്തിലാക്കിയത് അവർ ഒറ്റ ഒരുത്തിയാ. മക്കളെ നേർവഴിക്ക് നടത്താത്ത അമ്മമാർക്കേ തലയ്ക്ക് തന്നെയാ കൊട്ട് കിട്ടേണ്ടതെന്നൊക്കെ നവ്യ. അവരുടെ ചിന്തകളാ മാറ്റേണ്ടതെന്ന് പറഞ്ഞു. അഭിവേദനോട്ടിരുന്ന് പൊളയണു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വേദനയൊക്കെ അങ്ങ് സഹിക്കുക അമ്മയും മോനും. അതും പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോയി. നവ്യാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നന്ദുവിനെ കേട്ടോ. നന്ദു ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നന്ദുവിൻ്റെ കോള് വന്നു. അപ്പോൾ അതെ ഭഗവാന്റെ മുന്നിൽ നെല്ല് മുളപ്പിക്കാൻ വെച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ് അങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മുടെ അനി നന്ദുവിനോട് പറയണം. അപ്പോൾ ഭഗവാൻ കനിവായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാം എന്നോട് നയനേച്ച് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദു പറയാം. ആ നെല്ല് മുളച്ചില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നും അനി പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അല്ല എങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കാനേ വളരെ ചാൻസ് കുറവാണെന്നുള്ള കാര്യം പറയുവാണ് അനി. അതുമല്ല നെല്ല് മുളച്ചില്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ശരി അനി എന്നാൽ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. അല്ല ഞാൻ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞു. എന്ത്? അല്ല നെല്ല് മുളയ്ക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നേ? നെല്ല് മുളച്ചിട്ട് എനിക്ക് പെട്ടെന്ന് അനാമികയെ കെട്ടണമെന്നൊന്നും ഇല്ല എന്ന് നമ്മുടെ അനി അന്നേരം നന്ദുവിനോട് പറയാം. നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് എന്നൊക്കെ ഇങ്ങനെ അനിയോട് പറഞ്ഞു കൊടുക്കും നന്ദു. പിന്നെ വീട്ടുകാർക്കെല്ലാം അനാമികയെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ അനി എന്തിനാ ഇങ്ങനെ തടസ്സം പറയുന്നേ? അനി അതിനൊപ്പം വേണ്ട എന്നൊക്കെ ചോദിച്ച് നന്ദു ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അനിയെ ഒഴിവാക്കിയിട്ട് വേഗം തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെതായ കാര്യങ്ങളും ഇതെല്ലാം നോക്കാൻ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ദേ അവിടെ നെല്ല് മുളയ്ക്കില്ലെന്നുള്ള ഉറപ്പിൽ നിൽക്കുകയാണല്ലോ നമ്മുടെ അനി. അപ്പം അനിയുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഇതൊക്കെ നമ്മുടെ ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേവയാനി വന്നിട്ട് എന്താടാ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു. അവൻ്റെ കാര്യം തന്നെയല്ലേ ഇവിടെ നോക്കുന്നേ, അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്തുനിന്ന് നമ്മുടെ മുത്തശ്ശി പറയാം. അപ്പോഴേക്ക് അനി ഇങ്ങനെ നിൽക്കും കേട്ടോ. ദേ ഇങ്ങനെ നോക്കുന്നൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം അയ്യോ സത്യമായിട്ട് ഞാൻ നോക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനി പറഞ്ഞപ്പം നോക്കിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല അനി, ഉറപ്പായിട്ടും നെല്ല് കിളിർത്തിട്ടുണ്ടാകും എന്ന് നമ്മുടെ നയന പറയണു. ഇല്ല ഏട്ടത്തി, ഇത്തവണ ഏട്ടത്തിയുടെ നാവ് സത്യം ആവില്ല, കാരണം അതിനുള്ള പണി നമ്മുടെ അപ്പച്ചി ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് അവിടെ നിൽക്കുക അനി. ഈ സമയത്ത് ദേ നമ്മുടെ ജലജ അവിടെ നിന്ന് പത്രം വായിക്കുമ്പോൾ അഭി അങ്ങോട്ടേക്ക് വന്നു. അമ്മേ നെല്ല് മുളച്ച് കഴിഞ്ഞാലേ കല്യാണം പെട്ടെന്ന് നടക്കുമെന്ന് പൂജാരി പറഞ്ഞത്. അപ്പം അതിന് നെല്ല് മുളയ്ക്കണ്ടേന്ന് ചോദിച്ചു. നെല്ല് മുളയ്ക്കുകയല്ലേ എന്ന് മകൻ ചോദിച്ചപ്പം ഇല്ല എന്ന് ജലജ പറയണു. പിന്നെ അമ്മ മകനോട് കാര്യങ്ങളെല്ലാം പറയുവാണ്. പൂജാരി അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്യേണ്ട പണി ചെയ്തു. എന്തായാലും ആ നയനയെന്ന് പറഞ്ഞവൾക്കിട്ട് തന്നെ പണി കിട്ടാൻ പോണേ, അവളായിരിക്കും ആ മൂടി പൊക്കാൻ പോണത്. ഒരൊറ്റ നെല്ല് പോലും കിളുക്കത്തില്ല. അമ്മാതിരി പണിയാണ് ഞാൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ അതിനകത്ത് എന്തെങ്കിലും വേല ഒപ്പിക്കണം എന്ന് വിചാരിച്ച അപ്പം എന്നെ ഓവർടേക്ക് ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ച മകൻ. നീ എന്തെങ്കിലും ചെയ്താൽ ശത്രുക്കൾക്ക് വിജയം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അതാ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും 2 മക്കളെ കൊണ്ട് പൊറുതി മുട്ടി, ഇനി വരുന്നവൾ കൊമ്പത്തെ പെണ്ണാ. അപ്പോൾ അവൾ ഇവിടെ വന്ന് ഭരണം തുടങ്ങിയാലുണ്ടല്ലോ നമ്മൾ ഈ വീട്ടിൽ വെറും പുറംപോക്കുകളായി പോകുമെന്ന് ജലജ മകനോട് പറയണം. അതുകൊണ്ടേ നിനക്കും ആദർശനും കിട്ടാത്ത ബന്ധം അവനും കിട്ടണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജലജ അവനും ഈ നയനിയും നബിയും പോലെ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ പ്രേമിക്കട്ടെ, എന്നിട്ട് കെട്ടട്ടെ, അത് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ അവളുമാരുടെ അനീതി ഉണ്ടല്ലോ, അവളെ പ്രേമിച്ച് കെട്ടുന്നെങ്കിൽ അങ്ങ് കെട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം ഇവിടുന്ന് 2 തുരത്താൻ നോക്കുമ്പോൾ ഇനി അവിടുന്ന് ഒരുത്തി ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരണോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അഭി ചോദിക്കുമ്പോൾ 3 ഒരു വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കുടുംബത്തിൽ അടി നടക്കും. അത് 100% ഉറപ്പുള്ള കാര്യമല്ലേ? നിനക്കെന്താ അത് മനസ്സിലാവില്ലേ? കനകയുടെ ബുദ്ധിയാണെന്ന് എല്ലാവരും വിധി എഴുതും. പിന്നെ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിക്കോളും. എന്തായാലും
പിന്നീട് ഇവിടെ നടക്കാൻ പോകുന്നു ഞാൻ പറയാതെ തന്നെ നിനക്ക് ഊഹിച്ചെടുത്തൂടെ എന്ന് ചോദിച്ചു. എന്തായാലും അവിടെ മൂടി തുറക്കാൻ സമയം ഇനി വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് നന്ദു അവിടെ നിൽക്കുക. ഈ പൂജ നടക്കുമ്പോൾ നെല്ല് മുളച്ച് കാണുമെന്നൊക്കെ ഓർത്ത് അനിയും അതുപോലെ നന്ദുവും അതിനേക്കാളേറെ ടെൻഷനിലാണേ. നമ്മുടെ നയന കാര്യങ്ങളെല്ലാം പൂജാകർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജലജയെ കണ്ട് തെറ്റ് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക. കള്ളിയെന്ന് പറഞ്ഞ് ജലജയെ കണ്ട് അനി പറയുന്നു. പുറമേ കല്യാണം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്തെ തെളിച്ചം കണ്ടിട്ട് ഉടനെ കല്യാണം നടത്തണമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പം അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അനിയുടെ മനസ്സ് വളരെ നല്ലതാ, അതുകൊണ്ട് ഉറപ്പായിട്ടും നെല്ലെല്ലാം മുളച്ചിട്ടുണ്ടാകുമെന്നും പറഞ്ഞ് ജലജ അന്നേരം പറഞ്ഞ് ഇതൊക്കെ കേട്ട് എനിക്ക് ചിരി വരിക. അത് ഒരെണ്ണം പോലും മുളച്ച് കാണില്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് അപ്പച്ചിക്കല്ലേ അപ്പച്ചി എന്ന് അനി പറയണം. നെല്ല് മുളച്ചില്ലെങ്കിൽ വീണ്ടും ഇതേ പരീക്ഷണം നടത്തേണ്ടി വരുമോ എന്ന് അഭി ചോദിച്ചപ്പം നെല്ല് മുളച്ചില്ലെങ്കിൽ എന്ന് സംശയത്തോടെ പറയണ്ട, അത് മുളച്ചിട്ടുണ്ടാകും എന്ന് നമ്മുടെ മുത്തശ്ശി അന്നേരം അഭിയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ് അഭി ഒരു തിരിയലും തിരിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ മുളയ്ക്കാതിരിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തോ എന്ന് നമ്മുടെ ജാനകി പറഞ്ഞപ്പം അത് പറഞ്ഞിട്ട് നീ എന്തിനാ എന്നെ നോക്കുന്നതെന്ന് ജലജ അന്നേരം ചോദിച്ചു. അല്ല ഇതുപോലെ വേണ്ടാത്ത പരിപാടിയൊക്കെ കാണിക്കുന്നത് നീയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം അതെ, ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച നെൽമണികളാണത്, അത് തളിർക്കാതിരിക്കാൻ ആരെന്ത് ചെയ്താലും അതിന് തക്ക ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് അറിയാം ജാനകി എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ പറഞ്ഞു. അതിൽ നിന്നിങ്ങനെ ചിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ബന്ധം നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞ് ജലജ പറഞ്ഞപ്പം ഇത്തരം വർത്തമാനമൊക്കെ നിർത്താൻ പറഞ്ഞില്ലേ എന്ന് മുത്തശ്ശി എന്നിട്ട് മൂടിയെടുക്കാൻ പറഞ്ഞു. നമ്മുടെ നയന ആ മൂടിയെടുത്തു. മുത്തശ്ശി പറഞ്ഞനുസരിച്ച് നയന മൂടിയെടുക്കാൻ തുടങ്ങുന്നു. അപ്പം മൂടിയെടുക്കുക നിന്റെ പ്രാർത്ഥന ഈശ്വരന്മാർ കേൾക്കുമല്ലോ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നമ്മുടെ നയനെ ആ മൂടി ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ അത് മുഴുവൻ മുളച്ച് നിൽക്കുവാണ്. അങ്ങനെയെല്ലാം പൊട്ടിപ്പാളീസായി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. അനിയുടെ ചിരി മാഞ്ഞു, ജലജയുടെ ചിരിയും മാഞ്ഞു. അപ്പം ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഈ കല്യാണത്തിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന്. ഈ ബന്ധം നടക്കേണ്ടതാണെന്ന് മനസ്സിലായില്ലേ എന്ന് നമ്മുടെ ദേവയാനി ചോദിക്കുക. അപ്പോഴത്തേക്കും ജലജയ്ക്ക് ടെൻഷനായി. ഷോ എൻ്റെ ഭഗവാൻ നീ എന്നെ ചതിച്ച് കളഞ്ഞല്ലോ എന്ന്. ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പം എന്തായി? എല്ലാം മുളച്ചില്ലേ? ഞാനതിലെന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പം അപ്പച്ചിയെ വിശ്വസിച്ച് ഞാൻ മൂടി തുറന്ന് നോക്കിയതും ഇല്ലല്ലോ. ഇവർ പിന്നെ എന്താ അന്ന് അതിനകത്ത് ഒന്ന് സ്പ്രേ ചെയ്തത്? ഇവരുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ. അപ്പോൾ നെല്ല് കിളിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ സംഗതി ഏറ്റില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ അനി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ഈ സമയം നമ്മുടെ നയന നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അനി ഇങ്ങനെ സങ്കടത്തോടെ പോയപ്പോൾ നയനെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. നയന ചെന്നിട്ട് എന്താ അനി പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് മുഖം വാടിയെന്ന് ചോദിച്ചപ്പം എൻ്റെ മുഖം വാടിയില്ലല്ലോ, എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും മൂടി തുറക്കുന്നതിന് മുമ്പുള്ള സന്തോഷം ഇപ്പോൾ കാണുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നയന ചോദിച്ചപ്പോൾ അതും പറഞ്ഞ് അവിടുന്ന് അങ്ങ് പോവുകയാണ് നമ്മുടെ അനി. അപ്പോഴേക്കും ജലജയും അഭിയും ഇതൊക്കെ ശ്രദ്ധിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ജലജയ്ക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.